ഈ നാട്ടിൽ നടക്കുന്ന ഏത് ആചാരങ്ങളെയും, ഈ നാട്ടിൽ നടക്കുന്ന ഏത് സമ്പ്രദായങ്ങളെയും സമൂഹത്തിൽ നിലവിലുള്ള ഇതര മതങ്ങളിൽ നിന്ന്, ഇതര സമൂഹങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസങ്ങളായാലും ആദർശങ്ങളായാലും അതിനെയൊക്കെ വെള്ള പൂശിക്കൊടുക്കുവാൻ, അതിനൊക്കെ ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് നൽകുവാൻ ഈ നാട്ടിൽ പുരോഹിതന്മാരുണ്ടായിരുന്ന ഒരു കാലമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞത്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയോടൊപ്പം ചേർത്ത് പറയുന്ന അതിന്റെ പേര് അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ആ സംഘടനയുടെ ഒരു പേര് മാത്രമല്ല, മറിച്ച് അതൊരു നിലപാടാണ്. അല്ലാഹുവിന്റെ ദീൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ പറയുന്നതെന്ന്, അല്ലാഹുവിന്റെ ദീൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാട് പറച്ചിലാണ് ഈ ഒരു പേരിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തോട് പറഞ്ഞ, പഠിപ്പിച്ച, നമുക്കൊക്കെ സുപരിചിതമായ വാക്യം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക. പോരാ, അല്ലാഹുവിന്റെ ദീൻ അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതെങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, മനുഷ്യരാണ്, ഭിന്നതകൾ ഉണ്ടാകും, പിശാചാലുകളെ പിഴപ്പിക്കും, പല കാരണങ്ങൾ കൊണ്ടും ജീർണമായ വിശ്വാസങ്ങൾ, ജീർണമായ ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരും. സ്വാഭാവികമായും ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന ചർച്ചകൾ ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്യണം? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങളത് അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും മടക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത്. തർക്കങ്ങളുണ്ടോ, ഭിന്നതകളുണ്ടോ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, നിങ്ങളത് മടക്കേണ്ടത് അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിന്റെ റസൂലിലേക്കാണ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് സുന്നത്ത്, ഇതാണ് ജമാഅത്ത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ആ റസൂലിനോടൊപ്പം ജീവിച്ച സ്വഹാബ കിറാം അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരിട്ട് പഠിച്ചത്, വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, മൗനാനുവാദങ്ങളിലൂടെ ഈ സമൂഹം മനസ്സിലാക്കിയത്. അവിടെ നിന്ന് ആ അല്ലാഹുവിന്റെ റസൂലിനെയും ആ സ്വഹാബത്തിനെയും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച ഉത്തമ തലമുറ എങ്ങനെയാണോ അവർ അല്ലാഹുവിന്റെ ഖുർആനിനെ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മനസ്സിലാക്കിയത്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞു. ജംഇയ്യത്തുൽ ഉലമ പേരിന്റെ കൂടെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് ചേർക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ സുന്നത്തുമായി ബന്ധമില്ലാത്ത, ജമാഅത്തുമായി ബന്ധമില്ലാത്ത, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത ആചാരങ്ങളുമായി ദീനിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ രംഗത്തുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഈ വേദിയിൽ കടന്നു വരുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ മാത്രമല്ല, മറിച്ച് ചെറുപ്പക്കാരായ ആളുകൾക്ക് വരെ ഓർമ്മിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു ചരിത്രം 1980-കളിൽ കേരളത്തിലെ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടനയിലെ പണ്ഡിതന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലേ എന്നതായിരുന്നു. 1971 KV മുഹമ്മദ് മുസ്ലിയാർ എന്ന സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി വിശുദ്ധ ഖുർആനിന് പരിഭാഷ ഇറക്കിയപ്പോ ആ പരിഭാഷ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി തന്നെ അന്നത്തെ സമസ്തയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതി ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയതിന്റെ പേരിൽ, ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ, ഖുർആനിന്റെ അർത്ഥം പറഞ്ഞതിന്റെ പേരിൽ, അതിന് വിശദീകരണം നൽകിയതിന്റെ
KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറായി പോയിട്ടുണ്ട് എന്ന് വരെ ഫത്വ നൽകിയ കാലം ഇവിടെയുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് കാലം നീണ്ടു നിന്ന അതിന്റെ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത നേട്ടമെന്ന് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് തെറ്റാണ് എന്ന് പറയാൻ, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് മതവിരുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പണ്ഡിതനും കേരളത്തിലില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നവോത്ഥാന പ്രക്രിയ അന്ന് ആരംഭിച്ചതാണ്. നമുക്കറിയാം, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത സംഘടനയിലെ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാന്യനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരളത്തിന്റെ ചരിത്രത്തെ വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട്, വക്കം മൗലവിയെ മറന്നുകൊണ്ട്, വക്കം മൗലവിയെ നീക്കിവെച്ചുകൊണ്ട് ആർക്കാണ് കേരളത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയുക? കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രം വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട് രേഖപ്പെടുത്താൻ കഴിയുമോ? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം വക്കം മൗലവിയെ മാറ്റിവെച്ചുകൊണ്ട് ആർക്കെങ്കിലും രേഖപ്പെടുത്താൻ കഴിയുമോ? പക്ഷേ ചരിത്രം പറയുമ്പോ ദുഃഖകരമായ ചില അനുഭവങ്ങൾ കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ടല്ലോ. 1987 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, 1987 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയം, TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയം, ആ സമയത്ത് കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന, വിദ്യാർത്ഥി സംഘടന കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ സമരം നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ ഓഫീസുകൾക്കെതിരെ മാർച്ച് നടത്തി, നിവേദനങ്ങൾ സമർപ്പിച്ചു. എന്തായിരുന്നു കാരണമെന്നറിയുമോ? സ്കൂൾ പാഠപുസ്തകങ്ങളിലെ വഹാബിസം നീക്കം ചെയ്യണം. കേരളത്തിലെ സ്കൂളുകളിലെ അറബി പാഠപുസ്തകങ്ങളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയത് കേരളത്തിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടനയാണ്. അറബി പാഠപുസ്തകം സ്കൂളുകളിൽ പഠിപ്പിക്കുവാനുള്ള തുടക്കം കുറിക്കപ്പെട്ടത് വക്കം മൗലവിയുടെ അധ്വാനം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ആ വക്കം മൗലവിയെ കുറിച്ച് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നാണ് ഈ സമൂഹത്തെ നവോത്ഥാന നായകന്മാർ മാറ്റിയെടുത്തത്. നവോത്ഥാന പ്രക്രിയ അവസാനിപ്പിക്കാനായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പുതിയ പുതിയ അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുക്കിലും മൂലകളിലും ത്വരീഖത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ത്വരീഖത്തുകളുടെ പേരിൽ ആട്ടവും പാട്ടും കൂത്തും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ, നേരത്തെ പറഞ്ഞല്ലോ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനാണെന്ന്. ഈ കോഴിക്കോട്ടങ്ങാടിയിലൂടെ മാനസിക രോഗിയായി നടന്നു നീങ്ങിയ ഒരു മനുഷ്യനാണെന്ന്. ആകാശത്ത് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യനാണെന്ന്. അല്ല, ആ മനുഷ്യൻ പടച്ചവൻ തന്നെയാണെന്ന് പാടാനും പറയാനും ഈ സമൂഹത്തിൽ ദീനിനെ പ്രതിനിധീകരിക്കുന്ന, നമസ്കാരത്തിനുള്ള ബാങ്ക് മുഴക്കി ആ ബാങ്കിന് ശേഷം പള്ളിയിലെത്തി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുന്നിൽ